ഞാൻ പുറത്തിറക്കി ഗൈസ്. ഫ്ലിപ്കാർട്ടിന്റെ ബോക്സ് അൺബോക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹെഡ്സെറ്റിന്റെ പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പെട്ടിക്കകത്ത് വലിയ പൊട്ടലും കാര്യങ്ങളും ചീറ്റിലും സ്ക്രാച്ച് പോലും ഇല്ലായിരുന്നു ഗൈസ്. സോ സമാധാനമായി ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് സമാധാനത്തോടു കൂടി ആ പെട്ടിയും കൂടെ ഞാൻ പൊട്ടിക്കാൻ തുടങ്ങി ഗൈസ്. അത് ഇച്ചിരി നല്ല ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ള രീതിക്കാണ് ഞാൻ ആ ഒരു ടേപ്പും കാര്യങ്ങളൊക്കെ വലിച്ചിളക്കി പൊട്ടിച്ചത്. അപ്പോൾ ഫൈനലി കുറേ നേരത്തെ പൊട്ടിക്കലിന് ശേഷം നമ്മുടെ ആ ഹെഡ്സെറ്റ് ഞാൻ ഇങ്ങനെ പുറത്തെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഐറ്റം. വീണ്ടും പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിച്ചിളക്കി കളിച്ച് ഇതാണ് വീണ്ടും ആ ഹെഡ്സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് ഇങ്ങനെ വലിച്ചൂരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇറങ്ങി വാ പെട്ടെന്ന് ഹെഡ്സെറ്റ്. അപ്പോൾ ഇതാണ് വീണ്ടും ആ ഹെഡ്സെറ്റ്. നല്ല കറുത്ത കളറിൽ നല്ല ബ്ലാക്ക് ഷെയ്ഡുള്ള ഹെഡ്സെറ്റാണ് ഗൈസ്. നല്ല സൂപ്പർ സാധനമാണ്. എന്തായാലും കിട്ടിയപ്പോഴത്തെ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ തന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ തലയിലോട്ട് കുത്തിക്കയറ്റി നമ്മൾ നേരെ ഒരു പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ കേൾക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഗൈസ്. സംഭവിച്ചോട് ഞാൻ നേരെ കണ്ണടിലേക്ക് നോക്കി ആ സാധനം കൊള്ളാം, എന്തായാലും ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു പാട്ടൊക്കെ നമ്മൾ വെക്കുകയാണ് ഗൈസ്. നല്ല കിടുക്ലോസ്കി ആയിട്ട് സൗണ്ട് കേൾക്കുന്ന പ്രതീക്ഷ നമ്മൾ വെച്ച് നോക്കി ഗൈസ്. നല്ല ഒന്നും പറയാനില്ല ഗൈസ്. നല്ല സൂപ്പർ സൗണ്ടൊക്കെയാണ്. എൻ്റെ ചെവിക്കലിൻ്റെ അണ്ടിയാപ്പീസ് വരെ ഇളകി പോകുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഗൈസ്. എന്തായാലും ഞാൻ കൂട്ടി മാക്സിമം സൗണ്ട് വെച്ച് നോക്കി ചെവിക്കല്ല് പൊട്ടുന്ന ചെറിയ സൗണ്ടാണ് ഗൈസ്. സൂപ്പർ സാധനമാണ്. ഈ ഹെഡ്സെറ്റ് സൗണ്ട് കൂട്ടിയും കുറച്ചും കളിക്കാൻ നല്ല രസമാണ്. ഇങ്ങനെ ഒരു ബട്ടനൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ഞെക്കി കുറേ നേരം കളിച്ച് തംസപ്പ് കൊടുത്ത് നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ നേരെ താസിലേക്കാണ് ഇറങ്ങിയത്. ഒരു അൽഫാം മേടിക്കാനുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. ബട്ട് ആണെങ്കിൽ അൽഫാം ഇല്ല ഗൈസ്. അവിടെ ഷവായി മാത്രമേ ഉള്ളൂ. ഷവായി ഷവർമ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും ചെന്നിട്ട് എനിക്ക് വിഷമമാവേണ്ട, ആ ചേട്ടനും വിഷമമാവേണ്ട, ആ കണ്ണാടി കൂട്ടി കിടന്ന് കോഴിയും വിഷമമാവേണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരു ഹാഫ് ഷവായി ഒന്നും നോക്കിയില്ല. ഷവായി മേടിച്ച് തിരിച്ച് വരുന്ന ഒരു കുറച്ച് പഴവും മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. രാവിലെ പുട്ടും പഴം ആക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന കാഴ്ച ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ ആ പഴത്തെ തിന്നോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് സുഹൃത്തുക്കളെ. ഞാൻ ചോദിച്ചു ആരാ എന്താ ഏതാ. അപ്പോൾ പറഞ്ഞു ഞാൻ ഈ എനിക്ക് വീട്ടിൽ അവകാശമുണ്ട്, ഞാൻ ഓരോ പഴം എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എടുത്തോട്ടെ, നമുക്ക് രണ്ടര കൂടെ ഒന്നിച്ച് കഴിയാമെന്ന് പറഞ്ഞു. രാവിലത്തേക്ക് ഞങ്ങൾ പുട്ടിന് വേണ്ടി മേടിച്ച പഴം ഞങ്ങൾ രാത്രി നേരം കൊണ്ട് ഒറ്റയ്ക്ക് തീർത്ത സുഹൃത്തുക്കളെ. നിങ്ങൾ ആരോടും പറയാൻ നിൽക്കേണ്ട. അപ്പോൾ പഴനിറ്റും കാര്യങ്ങൾ എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് ഞാൻ വെക്കണം തുടങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.